ഒന്ന് രണ്ട് വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷം തോന്നിയ പല സഹോദരങ്ങളും സഹോദരിമാരും വോയിസ് അയച്ചവർ, അതുപോലെ മെസ്സേജ് അയച്ചവർ, അവരുടെ സന്തോഷം പങ്കിട്ടത് ഇൻഷാ അല്ലാ നിങ്ങളെയും കേൾപ്പിക്കുകയാണ്. ഹലോ ഉസ്താ, അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഉസ്താദിനോട് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, അതായത് കുറച്ച് കടങ്ങളുണ്ട്. പിന്നെ ഞാനൊരു കടയിലാണ് നിൽക്കുന്നത്. അപ്പൊ കടയിൽ കച്ചവടങ്ങളൊന്നും ഇല്ലാന്ന് ഉസ്താദ് ഇന്നലെ ഒരു പരിഹാരം എഴുതി കണ്ട് അയച്ചു തന്നല്ലോ. അതിപ്പോ ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. അതേമാതിരി ഫത്തഹ് സൂറത്ത് ഓതുന്നുണ്ട്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഇപ്പോ മാഷാ അല്ലാ കടയിൽ കുറച്ച് കച്ചവടം ഉണ്ട്. അതേമാതിരി പൈസയൊക്കെ ഇപ്പോൾ കുറച്ച് ഇത്തരത്തിൽ ഒരുപാട് വോയിസുകൾ, കണ്ടമാനം വോയിസുകൾ അവരുടെ സന്തോഷം പങ്കിട്ടത് എത്രയോ പറയാനുണ്ട്. ഇൻഷാ അല്ലാ തീ പാറുന്ന വേഗതയിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കിട്ടാൻ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പഠിച്ച ഒരു ദിക്റിൻ്റെ കൂട്ടം അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ നമുക്കത് പഠിച്ചു വെക്കാം. ആരെങ്കിലും ഒരാൾ ഇത് ചൊല്ലിയിട്ട് റബ്ബിനോട് അവൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു തആല ശരവേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു. ഏതാണ് ആ ദിക്റിൻ്റെ കൂട്ടം എന്നും അതുപോലെ അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നും ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. സുദീർഘമായ ഒരു ആമുഖം പറയുന്നില്ല, മറിച്ച് ഇന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തന്ന നമ്മളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് റബ്ബിനോട് ചോദിച്ചു വാങ്ങാൻ പറ്റിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റിൻ്റെ കൂട്ടത്തെ സംബന്ധിച്ചാണ്. സുബ്ഹാനല്ലാഹ് കൊണ്ടുള്ള ഒരു വലിയ ദിക്റിൻ്റെ കൂട്ടം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഒരല്പം വലുതാണ്, പക്ഷേ ചൊല്ലാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് അറിയുന്ന കുറേ ദിക്റുകൾ ചേർത്തിട്ടുള്ള ഒരു ദിക്റിൻ്റെ കൂട്ടമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പഠിച്ചു വെക്കണം. കാരണം ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്ർ പതിവാക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ മഹാനവറുകൾ ആദ്യം വിശദീകരിക്കുന്നുണ്ട്. അവിടുന്ന് പറയാണ്, ഉഅല്ലിമുക ഷൈഅൻ അസ്ലുഹു മിൻ കിതാബില്ലാഹി അല്ലമനിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ട ചില കെലിമത്തുകൾ, പദങ്ങൾ, അത് എനിക്ക് പഠിപ്പിച്ചു തന്നത് എൻ്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന ചില കെലിമത്തുകൾ, പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഫഇദാ അറത്ത അൻ തദ്ഉല്ലാഹ ബിഹി ഫദ്ഉ ബിഹി ബഅദ സ്വലാത്തിൽ ഗദാത്തി ഔ ബഅദ സ്വലാത്തിൽ അസ്രി. ഇശാ നിസ്കാര ശേഷമോ അല്ലെങ്കിൽ അസർ നിസ്കാര ശേഷമോ എന്ത് ചെയ്യുക? ഈ ഒരു ദുആഇനെ ആരെങ്കിലും റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റിയ ഏറ്റവും മഹത്തായ പവർഫുള്ളായ ഒരു ദുആ ആണ് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തിയത് എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറയാം. എന്നിട്ട് അവിടെ നിന്ന് പറയാം, സുമ്മ സമ്മി, അതിനുശേഷം എന്ത് ചെയ്യാം? നീ ബിസ്മി ചൊല്ലുക. ബിസ്മി ചൊല്ലിയതിന് ശേഷം നിൻ്റെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് റബ്ബിനോട് പറയാം. ഈ ഒരു ദുആ ചൊല്ലിയതിന് ശേഷം നിൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരും. അതിന് പുറമെ മഹാനവറുകൾ പറയാണ്, ഈ ഒരു ദുആഇനെ, ഈ ഒരു ദിക്റിൻ്റെ കൂട്ടത്തെ ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ പറയണത്, വക്കലല്ലാഹു ബിക അൽഫ മലക്കിൻ യസ്തഗ്ഫിറൂന ലക്. നിനക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാനായിട്ട്, അതായത് നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ റബ്ബിനോട് തൗബ ചെയ്ത് പൊരുത്തം ചോദിക്കാനായിട്ട് 1000 മലക്കുകളെ അള്ളാഹു ഇസ്തിഗ്ഫാർ ചൊല്ലാനായിട്ട് ഏൽപ്പിച്ചു തരും. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് റബ്ബിനോട് എന്ത് ചെയ്യും? ആ മലക്കുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹുവെ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ, അള്ളാഹ് ഇന്നാൽ ഇന്നവൾക്ക് ഇന്നാൽ ഇന്നവന് നീ പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനവറുകൾ പറയാണ്. തീർന്നില്ല, വഉതിയ കുല്ലു മലക്കിൻ ഖുവ്വത അൽഫ മലക്കിൻ. ഓരോ മലക്കുകൾക്കും 1000 മലക്കുകളുടെ ശക്തി അള്ളാഹു കൊടുക്കും. അതായത് ഒരു മലക്ക് ഒരു തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ 1000 തവണ 1000 മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിൻ്റെ പ്രതിഫലമായിരിക്കും അതിന് കിട്ടുക എന്ന് മനസ്സിലായോ? അപ്പോൾ ഈ 1000 മലക്കുകൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് എല്ലാ സമയത്തും നമുക്ക് വേണ്ടി പാപം പൊറുക്കലിനെ തേടാൻ ഈ ഒരു ദുആ ഇശാ നിസ്കാര ശേഷവും അസർ നിസ്കാര ശേഷവും നിസ്കരിച്ചതിന് ശേഷം ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് നൽകുന്നതാണ് എന്ന് നോക്കൂ നിങ്ങൾ. അവരുടെ ഇസ്തിഗ്ഫാർ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും, അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടും. വ ബുനിയലക്ക അൽഫ ഖസിരിൻ ഫിൽ ജന്ന. അതുമാത്രവുമല്ല, സ്വർഗ്ഗലോകത്ത് 1000 കൊട്ടാരങ്ങൾ ആ വ്യക്തിക്ക് അള്ളാഹു പണി കഴിപ്പിച്ചു കൊടുക്കും. ആ വ്യക്തിക്ക് ഈ ഒരു ദിക്ർ ദുആ ചൊല്ലിയ ആൾക്ക് 1000 കൊട്ടാരങ്ങളെ സ്വർഗ്ഗലോകത്ത് കിട്ടും. വഇഷ്ത മാഇഷ്ത ഫിദ്ദുനിയാ മുനഇമ. ഈ ഭൂമിയിൽ അവൻ ജീവിക്കുന്നത് നിഅമത്തുകൾ ലഭിച്ചവനായിട്ട്, വലിയ അനുഗ്രഹങ്ങളുടെ കൂമ്പാരവും പേറിയിട്ടായിരിക്കും ജീവിക്കുക. സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രയാസപ്പെടേണ്ടി വരൂല എന്ന്.
എല്ലാ പ്രയാസങ്ങളും തീർത്തിട്ട് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കും. വലാ യുസീബുക ഫീഹാ ഖത്റുൻ വലാ ളാല്ല. അതുമാത്രവുമല്ല, നിന്നിൽ നിന്നും എല്ലാ മുസീബത്തുകളെ, ഇടങ്ങേറുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റിക്കളയും. നമുക്ക് കണക്കാക്കിയിട്ടുള്ള മുസീബത്തുകൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ അള്ളാഹു കണക്കാക്കിയതുണ്ടെങ്കിൽ അത് മുഴുവൻ തട്ടിമാറ്റിയിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ കിട്ടാൻ കാരണമായി തീരും. ഇതിന് ശേഷം വലാ തസ്അലു അഹദുൻ മിനദ് ദുനിയാ കാഇനൻ മാ കാന ഇല്ലാ ഖുദിയ ലക്. നീ അള്ളാഹുവിൻ്റെ ദുനിയാവിൽ അള്ളാഹുവിനോട് നിനക്ക് ചോദിക്കാൻ പറ്റിയ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നീ ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആഇനെ തട്ടിക്കളയൂല എന്ന്. അള്ളാഹു നിൻ്റെ ദുആഇനെ തട്ടിക്കളയാതെ ആ ദുആ മുഴുവൻ സ്വീകരിക്കും. നീ എന്താണോ ആവശ്യം ചോദിച്ചത് ആ ആവശ്യം നിനക്ക് നിറവേറി കിട്ടുമെന്ന് മഹാനവറുകൾ പറഞ്ഞു തരിക. എന്നിട്ട് ആ ദുആ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് ആ ദുആ ചൊല്ലേണ്ടത്? നമുക്ക് അറിയുന്ന ദിക്റുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു ദുആയാണ് ഞാൻ ചൊല്ലിത്തരാം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇൻഷാ അല്ലാ ഇത് നോക്കിയിട്ട് ഒന്നിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നോക്കി ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർദ് വഅശിയ്യൻ വഹീന തുൽഹിറൂൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വയുഹ്യിൽ അർദ ബഅദ മൗതിഹാ വകദാലിക തുഖ്റജൂൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. سبحان الله ذي الملك والملكوت سبحان الله ذي العزة والعظمة والجبروت سبحان الله الملك الحي الذي لا يموت سبحان العلي الأعلى سبحانه وتعالى سبحان الملك القدوس رب الملائكة والروح اللهم لك الحمد حمدا يسعد ولا ينفذ ولك الحمد علي ومعي وقدامي وخلفي. ഇത്രയും ചൊല്ലിയ ശേഷം ഇനി ഈ പറയുന്ന ദിക്റുകൾ, ഇസ്മുകൾ 10 വീതം ചൊല്ലണം. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീമു യാ റബ്ബു യാ ഹയ്യു യാ ഖയ്യൂം യാ ബദീഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹന്നാനു യാ മന്നാൻ. ഇത് ചൊല്ലിയതിന് ശേഷം സ്വലാത്തുല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. ഈ പറഞ്ഞ അവസാനം പറഞ്ഞ യാ അല്ലാഹു മുതലുള്ള ഈ സ്വലാത്ത് വരെയുള്ളത് 10 വീതം ചൊല്ലിയിട്ട് വസൽ ഹാജതക്. മഹാനവറുകൾ പറയാണ്, പിന്നെ നിൻ്റെ ആവശ്യം നീ ചോദിച്ചോളാം. ഒക്കെ ഇത് കുറച്ച് വലിയതാണ് എന്ന് കരുതി, വലിയ ദിക്റാണ് എന്ന് കരുതിയിട്ട് പ്രയാസപ്പെടേണ്ടത് നമുക്കറിയുന്ന ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലേ, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്. ഇതൊക്കെ നമ്മൾ ചൊല്ലി പരിചയമുള്ള ദിക്റുകളാണ്. പിന്നെ ഇത് ഒരുമിച്ച് ചൊല്ലിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഇൻഷാ അല്ലാ ഇത് നോക്കിയിട്ട് ഇത് ഒരുമിച്ച് ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ലഭിക്കലോടുകൂടി തന്നെ നമ്മൾ എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് ആ ആവശ്യം അല്ലാഹു നിറവേറ്റി തരുമെന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സ്വന്തം വകയായിട്ട് പറഞ്ഞതല്ല, അവിടുന്ന് പറഞ്ഞതാണ്. എന്ത്? അല്ലമനീഹി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്കത് പഠിപ്പിച്ചെന്ന ആരാ? എൻ്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി തന്ന, നബി തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു ദുആയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് റബ്ബിനോട് ചോദിക്കാൻ പറ്റിയൊരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ചോദിച്ചൂടെ? നമ്മുടെ ദുആകൾ സ്വീകരിക്കപ്പെടാനും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുമൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഈ ഒരു ദുആ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പരും അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനുള്ള നമ്പരും ഒക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാകട്ടെ. എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. നമ്മുടെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആയിരക്കാൻ ഏൽപ്പിച്ചവർ അല്ലാഹു എല്ലാവരുടെയും സങ്കടങ്ങളെ തീർത്തു തരുമാറാകട്ടെ. നമ്മെ എല്ലാവരെയും നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.